പിന്നെ ഷിർക്കിന് ഫലം ലഭിക്കുമെന്നതിന് രാജാവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കഥയാണ് മൂപ്പര് പറഞ്ഞത്. രാജാവിൻ്റെ മുമ്പിൽ പോയി ഒരാൾ സുജൂദ് ചെയ്താൽ ആ സുജൂദ് എങ്ങനെ ഷിർക്കാവുക? ഒരു സുജൂദ് ഷിർക്കാവേണമെങ്കിൽ, വിഗ്രഹത്തിൻ്റെ മുമ്പിലാണെങ്കിൽ പോലും ആ സുജൂദ് ഷിർക്കാവേണമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യം, വൈബിയായിട്ടുള്ള കാര്യം ആ വിഗ്രഹത്തിൽ നിന്നോ ആ രാജാവിൽ നിന്നോ അല്ലെങ്കിൽ ഏത് വസ്തുവിൻ്റെ മുമ്പിലാണ് അയാൾ സുജൂദ് ചെയ്യുന്നത് അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴേ ആ സുജൂദ് ഷിർക്കാവുകയുള്ളൂ. ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാന തത്വം പോലും മുഹ്സിൻ ഐദീദ് മറന്നുകളയുന്നു, അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു. രാജാവിൻ്റെ മുമ്പിൽ ഒരാൾ പോയി സുജൂദ് ചെയ്താൽ അത് ഹറാമോ തെറ്റോ ആവുകയുള്ളൂ. അപ്പം ഇത് ഇങ്ങനെ പലതിനെയും കൂട്ടിക്കലർത്തി സത്യത്തെ മറച്ചു വെക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ചോദിച്ചുവല്ലോ, ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്തിനാണ് സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തുന്നത്? എന്നിട്ട് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നു, കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിരിക്കെ. യഥാർത്ഥത്തിൽ ഈ ആയത്താണ് മുഹ്സിൻ ഐദീദിന് യോജിച്ചത്.